നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. UDF പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ നിന്ന് ഇന്നലെ രാത്രി 8:30 വഴിക്കടവ് വെള്ളക്കെട്ടയിലാണ് സംഭവം. ഫുട്ബോൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അനന്തവും സംഘവും. തോട്ടിലെ വെള്ളത്തിലും തോടിനു കുറുകെയും വൈദ്യുതി കമ്പിയിട്ടിരുന്നു. വെള്ളത്തിൽ കിടന്ന കമ്പിയിൽ തട്ടിയാണ് അനന്തുവിന് ഷോക്കേറ്റത്. ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരിച്ചു. കൂടെ ഷോക്കേറ്റ യദുകൃഷ്ണൻ, ഷാനു എന്നിവർ അപകടനില തരണം ചെയ്തു. അനന്തുവിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് നിലമ്പൂർ ടൗണിൽ നടന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് UDF നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. 3 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയത് ഇതിന് ഉത്തരവാദി സർക്കാരാണ്. കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിലെ രക്തസാക്ഷിയാണ് അനന്തുവെന്ന് ആര്യാടൻ ഷൗക്കത്ത്. വന്യമൃഗവേട്ട, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതിന്റെ രക്തസാക്ഷിയാണ് ഇത്. ഇതിൽ KSCB അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് M സ്വരാജ്. ഗൗരവമായ അന്വേഷണം നടത്തണം. ഗൗരവമായ അന്വേഷണം നടത്തുകയും അതൊരു കുറ്റകൃത്യമാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അത് തടയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. 100 മീറ്റർ അകലെയുള്ള പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി മോഷ്ടിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചയായി മനുഷ്യ വന്യജീവി സംഘർഷം മാറും. Team 24 മലപ്പുറം.